ആചാര്യ വസിഷ്ഠൻ യഥാവിധി ജാതകർമ്മം നടത്തിയതിനു ശേഷം ശിശുക്കളുടെ നാമകരണ ക്രിയയും നടത്തി. കൗസല്യാത്മജന് ശ്രീരാമനെന്നും കൈകേയി തനയന് ഭരതനെന്നും സുമിത്രയുടെ പുത്രന്മാർക്ക് ലക്ഷ്മണനെന്നും ശത്രുഘ്നനെന്നും പേരുകളാണ് ആചാര്യൻ കൽപ്പിച്ചരുളിയത്. ശൈശവ ലീലകൾ കൊണ്ടും അവ്യക്ത മധുരമായ ഭാഷണം കൊണ്ടും അച്ഛനമ്മമാരെ ആനന്ദിപ്പിച്ച ഉപനയനാനന്തരം കുലഗുരുവായ വസിഷ്ഠൻ തന്നെ അക്ഷരവിദ്യയും അസ്ത്രവിദ്യയും കുമാരന്മാരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ബുദ്ധിശാലികളായ രാജകുമാരന്മാർ ഏതാനും കാലം കൊണ്ട് ധനുർവിദ്യയിലും ശസ്ത്രവിദ്യയിലും സമർത്ഥരായി തീർന്നു. ലക്ഷ്മണൻ ശ്രീരാമനെയും ശത്രുഘ്നൻ ഭരതനെയും നിഴൽ എന്ന പോലെ എവിടെയും പിന്തുടരും. അത്തരത്തിലായിരുന്നു ആ സഹോദരന്മാരുടെ കൂട്ടുകെട്ട്. ക്ഷത്രിയോചിതമായ സർവ്വഗുണങ്ങളും തികഞ്ഞവരായിരുന്നു നാലുപേരും. എങ്കിലും മുതിർന്നവനായ ശ്രീരാമനായിരുന്നു ഏതു കാര്യത്തിലും മികച്ചു നിന്നിരുന്നത്. ശ്രീരാമൻ അനുജന്മാർക്കും കൂടി മാതൃക കാട്ടിയാണ് ദിനചര്യകൾ പോലും അനുഷ്ഠിച്ചു പോന്നിരുന്നത്. ദിവസവും രാവിലെ ഉണർന്ന് അച്ഛനമ്മമാരെ വണങ്ങിയിട്ടേ രാമൻ ദിനചര്യകളിൽ ഏർപ്പെടും. പൗരകാര്യങ്ങൾ അന്വേഷിക്കുന്നതിലും ശ്രീരാമൻ മികച്ച താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. സ്നാന പൂജാദികൾ കഴിഞ്ഞ് കുമാരന്മാർ ആഹാരം കഴിക്കൂ. അത് കഴിഞ്ഞാൽ നാലുപേരും ആചാര്യ സന്നിധിയിൽ ധർമ്മശാസ്ത്രങ്ങൾ കേട്ട് ഗ്രഹിക്കാൻ ഹാജരാകും. ഇങ്ങനെ ശ്രീഹരി നിജാംശങ്ങളെ കൊണ്ട് മനുഷ്യരായി അവതരിച്ച് മനുഷ്യൻ്റെതായ സർവധർമ്മങ്ങളും നിറവേറ്റിപ്പോന്നു. സർവഗുണങ്ങളും തികഞ്ഞ ആത്മജന്മാരെ കാണുമ്പോൾ ദശരഥൻ തൻ്റെ സൗഭാഗ്യമോർത്ത് ഹർഷപുളകിതനാകും. വൈകി വന്ന ഭാഗ്യലബ്ധി അദ്ദേഹത്തെ അത്രമാത്രം ആനന്ദിപ്പിച്ചു. പുത്രന്മാർ താരുണ്യത്തിലേക്ക് കാലൂന്നി കഴിഞ്ഞിട്ടില്ല. അതിനു മുൻപ് തന്നെ അവരുടെ വിവാഹത്തെക്കുറിച്ച് ദശരഥൻ സങ്കല്പിച്ചു തുടങ്ങി. കൗമാരം പിന്നിടാത്ത മക്കളെ കൊണ്ട് ഉടനെ കല്യാണം കഴിപ്പിക്കണമെന്ന് കരുതിയിട്ടല്ല, പിന്നെയോ മക്കളെക്കുറിച്ചുള്ള ശുഭകാംക്ഷ കൊണ്ട് മനസ്സ് മധുരിപ്പിക്കാൻ. ഇങ്ങനെ ചില നേരങ്ങളിൽ മക്കളോടുള്ള മമത കൊണ്ട് മധുര ചിന്തകളെ മന്നവൻ മനസ്സിൽ താലോലിക്കാറുണ്ട്.